അല്ല, ഞങ്ങളുടെ കണക്കനുസരിച്ചാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും. ഒരു 5000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലെങ്കിലും മുന്നണി ജയിക്കാനുള്ള കാര്യമാണ്. അവിടെ ഇപ്പോൾ 4ാമത്തെ ഇലക്ഷനാണ് ഇപ്പോൾ നടക്കുന്നത്. അതിലും 2 ഇലക്ഷനിൽ ഞാൻ ജയിച്ചു, 1 ഇലക്ഷനിൽ BJP ജയിച്ചു. 2 ഇലക്ഷനിൽ ഞാൻ ജയിക്കുമ്പോഴും BJPയുടെ കോർപ്പറേഷനിലെ സ്വാധീനം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പം കോർപ്പറേഷനിലെ സ്വാധീനം അവർക്ക് കൂടുതലുണ്ട്. പിന്നെ ഈ വോട്ടേഴ്സ് ചോദിച്ച ഒരു ചോദ്യത്തിനും ബഹുമാനപ്പെട്ട BJPയുടെ സ്ഥാനാർത്ഥിക്ക് മറുപടി പറയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഒരു ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. അവർ ചോദിച്ച ചോദ്യങ്ങളുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞ് അങ്ങോട്ട് ഉണ്ടാവും. 2, അങ്ങയുടെ വീട്ടിലൊരു കാര്യത്തിനുണ്ട്, കാണാൻ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വന്ന് കാണാൻ വേണ്ടി പറ്റുമോ? പിന്നെ അതുപോലെ അങ്ങ് കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ എന്തെങ്കിലും ഉപകാരം ഈ കേരളത്തിനോ അല്ലെങ്കിൽ ഈ നിയമമണ്ഡലത്തിൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊക്കെയുള്ള പിന്നെ അങ്ങ് സ്വത്ത് ഉയർത്ത് സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സംശയമുണ്ട്. അതിതുവരെ ക്ലിയറാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പിന്നെ കാര്യങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ വിഷയമൊന്നും വരുന്നില്ല. അപ്പം അതുകൊണ്ട് പിന്നെ LDF ജയിക്കും. അതിന് നിങ്ങൾക്കൊരു വിഷമം വേണ്ട. കോൺഗ്രസിന് പരമാവധി കിട്ടാൻ സാധ്യതയുള്ള വോട്ട് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ പ്രകാരം പത്രങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. LDFന് ഒരു 55,588 വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. 588. അതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഉറച്ച വോട്ടാണ്. പിന്നെ സ്ഥാനാർത്ഥിക്ക് വോട്ടുണ്ട്, അല്ല നിഷ്പക്ഷമായ ആൾക്കാർക്ക് വോട്ടുണ്ട്. UDFനാണെങ്കിൽ 29,499. അത് കുറയും. NDAക്ക് 52,982, 52,98,2. മറ്റുള്ളവർ 1075. അപ്പോൾ അത് രണ്ടും കുറയ്ക്കുമ്പോൾ എത്ര വരും? ആകെ വോട്ടെന്ന് പറഞ്ഞാൽ 1,71,178. ബൂത്തുകളിൽ ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ എണ്ണം 1,38,103. 85 വയസ്സ് കഴിഞ്ഞ് ഭിന്നശേഷിക്കാരായവർ ആകെ പോൾ ചെയ്ത വോട്ട് 991. ആകെ പോൾ ചെയ്ത EDC വോട്ടെന്ന് പറയുന്നത് 271. എത്ര വ്യത്യാസം വരുന്നത്? കുറയ്ക്ക്. ആ, അത്രയാണ് നമ്മൾ 5000-ന്. ഇനിയിപ്പോൾ ഇത് കുറച്ച് പറഞ്ഞാലും കൂടി പറഞ്ഞാലും വേറെ കാര്യമൊന്നുമില്ലല്ലോ. 5000 വോട്ടിന് മുമ്പെല്ലാം എല്ലാവർക്കും വന്നിട്ടുള്ള ഭൂരിപക്ഷം അങ്ങനെ തന്നെയാണ്. ഒരു പ്രാവശ്യം മാത്രമാണ് എനിക്ക് 7000 വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഒരു നമ്മുടെ താഴെയുള്ള ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഏറ്റവും കുറവുള്ള ഒരു ഒച്ച എഴുതുന്നുണ്ട്. എല്ലാവരും LDF ആയിരുന്നാലും UDF ആയിരുന്നാലും BJP ആയിരുന്നാലും. കാര്യം പിന്നെ ഇതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആൻസറുള്ള ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞാകുമ്പോൾ കുഴപ്പമില്ലല്ലോ നമ്മളിലാണ്. അല്ല, നിങ്ങളുടെ അഭിപ്രായം എന്താ? സൈറ്റില്ല, അത് ഉറപ്പല്ലേ കണ്ട. അവർ 3 പ്രാവശ്യം പ്രതീക്ഷ വെച്ച് ഒരു പ്രാവശ്യം ശരിയായി. അല്ല, അത് ഞാൻ പറഞ്ഞത് വസ്തുതയാണ്. ഞാൻ പറഞ്ഞത്
ഞാൻ പറഞ്ഞത് വെച്ചാൽ ആൾക്കാർ വിചാരിച്ചിട്ട് ഈ ഇങ്ങനെ ഈ മദ്യം, മയക്കുമരുന്ന്, പിന്നെ കാശ്, പിന്നെ അതെല്ലാം കൊടുത്തത് വോട്ട് വാങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ മുൻകൂർ ജാമ്യം എടുക്കുകയാണെന്നുള്ള ഒരു സംശയം തോന്നി. ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാണ്. ഇവിടെ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. ആറ്റുകാൽ കേസ് ചാർജ് ചെയ്തു, മദ്യം വിറ്റതിന് ചാർജ് ചെയ്തു. RMSൽ നിന്ന് 4 പെട്ടി പോയി. പെട്ടി കൊണ്ടുപോയ കാറിൻ്റെ നമ്പർ കൊടുത്തു. കാറിൻ്റെ നമ്പർ കൊടുത്തപ്പോൾ പോലീസ് അന്വേഷിച്ചിട്ട് പറയുന്നത് ഇത് ബൈക്കിൻ്റെ നമ്പറാണെന്ന്, കള്ളൻ നമ്പറാണ് വെച്ചുകൊണ്ട് പോയെന്ന് പറയുന്നത്. പിന്നെ 15,000 റുപ്യ നിങ്ങളുടെ ഫോൺ നമ്പർ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി, നിയമത്തായിരിക്കണം, അപ്പോൾ വരികയാണ്. അപ്പോൾ ഇതെല്ലാം ഒരു ജനാധിപത്യത്തിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. ജനാധിപത്യത്തെ പണാധിപത്യത്തെ കൊണ്ട് നേരിടുക എന്നുള്ളത് അത് നിയമത്ത് ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് അതൊക്കെ ആഗ്രഹിക്കാമല്ലോ. അതിൽ ഒരു ഘട്ടത്തിൽ പറഞ്ഞ് പിന്നെ UDF സ്ഥാനാർത്ഥിക്ക് വിജയസാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അത് എല്ലാ സ്ഥാനാർത്ഥി ആഗ്രഹിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണല്ലോ. സ്വന്തമായിട്ട് നിൽക്കുന്നതും ആലോചിക്കുന്നത് എനിക്ക് കുറച്ച് വോട്ടുണ്ട് അവരെല്ലാം വന്ന് ചെയ്യുമെന്ന് ആലോചിക്കുന്നു. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് വരും. ഞങ്ങൾ പിന്നെ ഫലപ്രഖ്യാപനത്തിന് ശേഷമേ പിന്നെ മന്ത്രിസഭ രൂപീകരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളവും പിന്നെ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ആലോചിക്കുകയുള്ളൂ. മുഖ്യമന്ത്രി അത് തീരുമാനിക്കും. ഇവിടെ ഇപ്പം ചില UDF മന്ത്രിമാരെ തീരുമാനിച്ചു, അതേപോലെ തന്നെ വകുപ്പുകൾ തീരുമാനിച്ചു, വീടുകൾ തീരുമാനിച്ചു. ഏതൊക്കെ വീടുകളാണ് ആർക്ക് വേണമെന്ന്. സ്പീക്കറിൻ്റെയും CMൻ്റെയും കാര്യത്തിലാണ് തർക്കം, എന്തോ ഒരു ചെറിയൊരു തർക്കമുണ്ടെന്ന് പറയുന്നത്. നമുക്കതൊന്നും ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം അവരിതുവരെ തീരുമാനിച്ചു. അതുകൊണ്ടാണ് നമുക്ക് ആത്മവിശ്വാസം കുറച്ച് കൂടുന്നത്. അത് നമുക്ക് ഒരു ജനാധിപത്യ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 140 മണ്ഡലമുണ്ട്. 140 മണ്ഡലം LDFന് പിന്നെ ഈസി വാക്കോറാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അത് ചിലപ്പം അങ്ങനെയൊക്കെ വരാം. ടൈറ്റ് മത്സരവും അവരാവാം, ചിലപ്പോൾ ഈസി മത്സരമാവാം. ചിലപ്പോൾ വളരെ ടൈറ്റ് എന്ന് വിചാരിക്കുന്ന നമ്മൾ സ്ഥലത്ത് ചിലപ്പോൾ ഈസി ആയിട്ട് നമ്മൾ ജയിച്ചെന്നും വരാം. അതൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന കാര്യമല്ലേ.